അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ബലഹീന വേളകളിൽ ഞങ്ങൾക്ക് ആശ്വാസമായി, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗം തുറന്ന മറുപടി നൽകി ഞങ്ങളെ മാനിക്കുന്ന സ്വർഗത്തിലെ നല്ല പിതാവായ ദൈവമേ, പരിമിതികൾക്കപ്പുറമായ വിശ്വാസത്തെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഊട്ടി ഉറപ്പിക്കേണ്ടതിന് കർത്താവെ, മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുവാൻ അവിടുന്ന് വചനത്തിലൂടെ ഞങ്ങളോട് ഇന്ന് പകൽക്കാലം ഇടപെടുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ടതിൻ്റെ ആവശ്യകത കർത്താവ് ഞങ്ങളെ ബോധ്യപ്പെടുത്തി പുതിയ തീരുമാനത്തോടും പുതിയ കാഴ്ചപ്പാടുകളോടും കൂടെ ഈ ആലയം വിട്ട് മടങ്ങിപ്പോകുവാൻ അനുവദിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബലഹീനനായ അടിയനെയും അവിടുത്തെ ക്രൂശിൻ്റെ മറവിൽ മറയ്ക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അടിയനെ ആരും കാണരുതേ, അടിയൻ്റെ ശബ്ദത്തെ ആരും കേൾക്കരുതേ. അങ്ങയെ കാണുവാനും അങ്ങയുടെ ശബ്ദത്തെ കേൾക്കുവാനും ഈ വചനധ്യാനത്തിൻ്റെ സമയങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശു ക്രിസ്തു മുഖാന്തരം തന്നെ പിതാവേ, ആമേൻ. അതിർവരമ്പുകൾക്ക് അതീതമായ വിശ്വാസത്തെ തിരിച്ചറിയുക. അക്നോളജിങ് ഫെയ്ത്ത് ബിയോണ്ട് ബൗണ്ടറീസ്. അതിരുകൾക്ക് അതീതമായ ഒരു വിശ്വാസം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആ വിശ്വാസത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്ന് സഭ നൽകിയിരിക്കുന്ന ചിന്താവിഷയം. നമ്മുടെ ചുറ്റുപാടുകളിൽ മറ്റു മതവിശ്വാസത്തിലായിരിക്കുന്നവരോടുള്ള നമ്മുടെ സമീപനത്തെ, അവരുടെ വിശ്വാസത്തെ മാനിക്കുക എന്നതിൻ്റെ ആവശ്യകതയും ഇന്നത്തെ ചിന്താവിഷയം നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ നാം നിശ്ചയിച്ചിരിക്കുന്ന പരിമിതികൾക്കും പരിധികൾക്കും അപ്പുറമായ ഒരു വലിയ വിശ്വാസം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന ഒരു വലിയ ആശയത്തിൽ എൻ്റെ വചനധ്യാനത്തെ ഇന്ന് കേന്ദ്രീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന, നമ്മൾ നിജപ്പെടുത്തി നിർത്തിയിരിക്കുന്ന നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പരിധികൾക്കപ്പുറമായ ഒരു ഉയർന്ന തലത്തിലുള്ള വിശ്വാസത്തെ കണ്ടെത്തുക, നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുക, അല്ലെങ്കിൽ അത്തരമൊരു വിശ്വാസത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നതിനെക്കുറിച്ചുള്ള ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിർവരമ്പുകൾക്ക് അതീതമായ വിശ്വാസം തിരിച്ചറിയുക. അതിർവരമ്പുകൾ എന്ന വാക്കിൻ്റെ അർത്ഥം പരിധി അല്ലെങ്കിൽ അതിർത്തി, സീമ എന്നൊക്കെയാണ്. പരിശുദ്ധ വേദപുസ്തകം നിസ്സംശയം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്, ദൈവം എല്ലാവരുടെയും ദൈവമാണ്. എല്ലാവർക്കും ഒരുപോലെ അപ്രോച്ചബിളാണ്, നമുക്ക് സമീപസ്ഥനാണ് ദൈവം എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എനിക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന ദൈവം, നിങ്ങൾക്ക് അകന്നിരിക്കുന്ന ദൈവം എന്നൊന്നുള്ള വ്യത്യാസമൊന്നും ദൈവത്തിന് നമ്മളോടില്ല. എല്ലാവർക്കും ദൈവം ഒരുപോലെ സമീപസ്ഥനാണ്. ഞാനും നിങ്ങളും ദൈവത്തെ എങ്ങനെ സമീപിക്കുന്നു, നമുക്ക് ദൈവത്തോടുള്ള അപ്രോച്ച് എങ്ങനെയാണ് എന്നതിനനുസരിച്ചാണ് അതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നത്. പിന്നിട്ട വഴികളിലൊക്കെ മനുഷ്യനും ദൈവവും തമ്മിൽ പങ്കിട്ട ആത്മീയ മൂല്യങ്ങളുടെയും അനുഭവങ്ങളുടെയും ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ എല്ലാവരുടെയും ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വർധനവുണ്ടാകുന്നത്. ഞാനും ദൈവവും തമ്മിൽ, നമ്മൾ ഓരോരുത്തരും ദൈവവും തമ്മിൽ പങ്കിടുന്ന ആത്മീയ അനുഭവത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് വിശ്വാസത്തിൻ്റെ വർധനവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട്. ഒരു വിശ്വാസിയെ, ക്രൈസ്തവ വിശ്വാസിയെ പ്രത്യേകിച്ച് സംബന്ധിച്ചിടത്തോളം, വിശ്വാസം എന്നത് അവൻ്റെ നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശയാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. മറ്റൊരു തരത്തിൽ വിശ്വാസം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ബലമാണ്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ശക്തിയാണ്. അവനെ മുൻപോട്ട് നയിക്കുവാൻ അവന് പ്രചോദനമായി നിൽക്കുന്നത് അവന് ദൈവത്തോടുള്ള വിശ്വാസമാണ്. അതില്ല എങ്കിൽ നമ്മുടെ യാത്ര വഴിമധ്യത്തിൽ വെച്ച് മുടങ്ങിപ്പോകും. വിശ്വാസമുള്ളത് കൊണ്ടാണ്, ഒരു ദൈവാശ്രയമുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ മുൻപോട്ട് ഇങ്ങനെ ശക്തമായി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസത്തിൽ ഞാനും നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഇനി ഒരിക്കലും ചികിത്സിച്ചാൽ ഭേദമാകില്ല എന്ന് വിധിയെഴുതുന്ന ഒത്തിരി രോഗങ്ങൾക്ക് ദൈവം സൗഖ്യം നൽകുന്നത്. ഇനി ഒരിക്കലും ജീവിതത്തിലൊരു മാറ്റമുണ്ടാകയില്ല എന്ന് നമ്മൾ വിധിയെഴുതിയ ഒത്തിരി വിഷയങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ്. ആ വിശ്വാസത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ
ഉള്ളതുകൊണ്ടാണ്. എന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കപ്പെടുന്ന ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. ദൈവം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയോട് നിശബ്ദത പാലിക്കുന്ന ചില സമയങ്ങൾ, നമ്മുടെ യാചനകൾക്ക് കർക്കശമായ മറുപടികൾ ദൈവസന്നിധിയിൽ നിന്ന് കിട്ടുന്ന ചില നിമിഷങ്ങൾ, വിശ്വാസ പോരാട്ടത്തിൽ നാം അപമാനിതരായി നിന്നു പോകുന്ന ചില നിമിഷങ്ങൾ വിശ്വാസ ജീവിതത്തിൻ്റെ പരീക്ഷയുടെ ഘട്ടങ്ങളായി നമുക്ക് ലഭിക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ വിശ്വാസത്തെ നാം എപ്രകാരം പരിപോഷിപ്പിക്കണം? അത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് കുറച്ചുകൂടെ വിശാലമായ വിശ്വാസ തലത്തിലേക്ക് ഉയരേണ്ടത് എന്നൊക്കെയുള്ള ചില ചിന്തകൾ വളരെ വേഗത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, സാംസ്കാരികമായ അതിരുകൾക്കപ്പുറമുള്ള വിശ്വാസം, ഫെയ്ത്ത് ബിയോണ്ട് കൾച്ചറൽ ബൗണ്ടറീസ്. സാംസ്കാരികമായ ചില പരിമിതികൾക്കപ്പുറമായ വിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നമ്മളൊക്കെ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നവരാണ്. ഇങ്ങനെ പാടുള്ളൂ, ഇങ്ങനെ ആകാവൂ എന്നൊക്കെയുള്ള ചില മുൻവിധികളിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്നവരാണ്. അത് വിട്ട് പുറത്തു വരാൻ നമുക്ക് മനസ്സില്ല. അതുകൊണ്ടാണ് ഉള്ളം ഇങ്ങനെ ഉറച്ച് ശക്തിയായി ദൈവത്തെ സ്തുതിക്കണമെന്ന് ഉള്ളം പറയുമ്പോഴും നമ്മുടെ അധരങ്ങൾ അനുവദിക്കാത്തത്. ശക്തിയോടെ കൈകളടിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തണമെന്ന് ഉള്ളം കൊതിക്കുമ്പോഴും നമ്മുടെ കരങ്ങൾ നമ്മെ അതിന് അനുവദിക്കാത്തത് ചില ബൗണ്ടറികൾ, ചില അതിരുകൾ നമ്മൾ വിശ്വാസത്തിൽ വച്ചിരിക്കുന്നത് കൊണ്ടാണ്. അത് മാറി കടന്നു പോകണമെന്നാണ് വചനം പറയുന്നത്. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം മത്തായി സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അപ്രകാരം തൻ്റെ എല്ലാ അതിരുകളെയും ഭേദിക്കുന്ന ഒരു വിശ്വാസിയെ കാണാനായിട്ട് സാധിക്കും, ഒരമ്മയെ കാണാനായിട്ട് സാധിക്കും. ആ അമ്മയുടെ പേര് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. an unnamed woman with an unshaken faith. പേര് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത, വിശ്വാസത്തിൽ അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു അമ്മ. ആ അമ്മ തൻ്റെ എല്ലാ പരിമിതികളും കടന്നുകൊണ്ടാണ്, അതിജീവിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത്. എന്തായിരുന്നു ആ അമ്മയ്ക്ക് യേശുവിൻ്റെ അടുക്കൽ പോകാൻ അനുവദിക്കാത്ത നിലയിലുണ്ടായിരുന്ന സാമൂഹികമായ സാംസ്കാരികമായ അതിരുകൾ അല്ലെങ്കിൽ പരിമിതി? വേദപുസ്തകം അത് ഭംഗിയായി പറയുന്നുണ്ട്. കനാന്യർ ശപിക്കപ്പെട്ടവരായിരുന്നു. കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ചുറ്റും കൂടി നിൽക്കുന്ന കനാന്യരല്ലാത്തവർ ആ സ്ത്രീയെ നോക്കിക്കാണുന്നത് ഇവൾ ശപിക്കപ്പെട്ടവളാണ്. ഇവൾ എന്ത് അധികാരത്തിലാണ് യഹൂദനായ റബിയായ യേശുവിൻ്റെ അടുക്കൽ വരുന്നത്? കനാന്യർ ശപിക്കപ്പെട്ടവരാണ്. അതിൻ്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 20 മുതൽ 27 വരെയുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് കനാന്യർ ശപിക്കപ്പെട്ടവരായി മാറിയത്? ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 20 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ജലപ്രളയമൊക്കെ കഴിഞ്ഞ് ആ ജലപ്രളയത്തെ അതിജീവിച്ച നോഹ പിതാവും കുടുംബവും കൃഷി ചെയ്യുകയാണ്. അവർ മനോഹരമായ മുന്തിരിത്തോട്ടമൊക്കെ ഉണ്ടാക്കി കൃഷി ചെയ്തു. ആ കൃഷിയിൽ നിന്ന് ഫലം വിളവെടുത്തു. അങ്ങനെ അതിൻ്റെ സന്തോഷത്തിലൊക്കെ ആയിരിക്കാം നോഹയപ്പച്ചൻ മുന്തിരി വീഞ്ഞു കുടിച്ച് മത്തനായി പോവുകയാണ്. മുന്തിരി വീഞ്ഞു കുടിച്ച് മത്തനായ ബോധരഹിതനായ നോഹ ശരീരത്തിൽ വസ്ത്രമില്ലാതെ തൻ്റെ ഭവനത്തിൻ്റെ ഉമ്മറപ്പടിയിൽ കിടക്കുകയാണ്. ഇത് മക്കൾ കണ്ടുകൊണ്ടുവരികയാണ്. ആദ്യം വരുന്നത് കനാന്റെ പിതാവായ ഹാമാണ്. കനാന്റെ പിതാവ് ആദ്യം ഇത് കാണുന്നുണ്ട്. കണ്ടതിന് ശേഷം ഹാം ചെയ്യുന്നൊരു വലിയ അപരാധമുണ്ട്. അവൻ പുറത്തേക്ക് ഓടിപ്പോയി തൻ്റെ സഹോദരന്മാരെ വിളിച്ച്, അപ്പൻ നഗ്നനായി കിടക്കുകയാണ്, നീ കണ്ടോ, അത് വന്ന് കാണ് എന്ന് പറഞ്ഞ് മറ്റു സഹോദരങ്ങളെയും കൂട്ടിക്കൊണ്ട് അപ്പൻ്റെ നഗ്നത ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഹാം, കനാന്റെ അപ്പനായ ഹാം. കനാന്റെ അപ്പനായ ഹാം തൻ്റെ സഹോദരങ്ങളെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ തൻ്റെ മറ്റു സഹോദരനായ ശേമും യാഫേത്തും എന്തു ചെയ്തെന്നറിയാമോ? അവർ അപ്പൻ്റെ നഗ്നത കാണാതെ മുഖങ്ങളെ മറച്ചു. അവരുടെ മുഖത്തെ മറച്ചിട്ട് ഒരു തുണിയെടുത്ത് അപ്പൻ്റെ നഗ്നതയെ മറച്ചു. പിറ്റേന്ന് അപ്പൻ ബോധമൊക്കെ വന്ന് തലേ രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ മക്കൾ വഴി അപ്പൻ അറിഞ്ഞിട്ടുണ്ട്, നോഹ പിതാവ് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? നോഹ ഹാമിനെ ശപിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 25-ാമത്തെ വാക്യം, കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ സഹോദരങ്ങൾക്ക് അധമദാസനായി തീരും എന്ന് പറഞ്ഞു. അതായത് അപ്പൻ്റെ നഗ്നത കണ്ട മകൻ എന്താ ചെയ്യേണ്ടത്? മറ്റു സഹോദരങ്ങൾ ചെയ്തത് ആദ്യം അവൻ ചെയ്യണമായിരുന്നു, അപ്പൻ്റെ നഗ്നത മറയ്ക്കണമായിരുന്നു. പകരം ഹാം എന്താണ് ചെയ്തത്? തൻ്റെ സഹോദരങ്ങളെ വിളിച്ച് അപ്പൻ്റെ നഗ്നതയെ പരസ്യപ്പെടുത്തി. നോഹ പിതാവ് നൽകിയ ശാപം ഹാമാന്റെ പിന്തലമുറക്കാർ മുഴുവൻ വഹിക്കേണ്ടതായിട്ട് വന്നു. അതാണ് മറ്റുള്ളവരാൽ കണ്ടുകൂടാത്ത ജാതിയായി, മറ്റുള്ളവരാൽ മാറ്റപ്പെട്ട ജാതിയായി, മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ട ജാതിയായി കനാന്യർ മാറിപ്പോയത്. അപരാധത്തിൻ്റെ ഫലം,
അനുസരണക്കേടിന്റെ ഫലം ശാപമാണ് എന്ന് വേദപുസ്തകം വീണ്ടും പഠിപ്പിക്കുകയാണ്. അപ്പന്റെ നഗ്നത നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞവൻ ശപിക്കപ്പെട്ടവനായി. അവൻ മാത്രമല്ല, അവൻ്റെ ശേഷം തലമുറകളും. നമ്മുടെ അപ്പനും അമ്മയ്ക്കും ഒത്തിരി കുറവുകളുണ്ടായേക്കാം, നമ്മുടെ സഭയ്ക്ക് ഒത്തിരി കുറവുകളുണ്ടായേക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒത്തിരി കുറവുകളുണ്ടായേക്കാം. അതെല്ലാം നാട്ടുകാരോട് പാടി നടക്കേണ്ടത് മക്കൾക്ക് യോഗ്യമായ രീതി അല്ല, മക്കൾക്ക് യോഗ്യമായ സ്വഭാവമല്ലെന്നേ വീട്ടിനകത്തുള്ള കാര്യങ്ങൾ ലോകത്തോട് പാടി നടക്കുന്നത്. യഹൂദന്മാർ സോർ സീദോൻ വഴി യാത്ര പോകില്ല, കാരണം അവിടെ കനാന്യർ താമസിക്കുന്ന ഇടമാണ്. കനാന്യർ ഒരുമിച്ച് വസിക്കുന്ന ഇടമാണ് സോർ സീദോൻ പ്രദേശങ്ങൾ. ആ പ്രദേശത്തേക്കാണ് യേശു കടന്നു ചെല്ലുന്നത്. ആ സാമൂഹികമായ അതിർവരമ്പ് യേശു ആദ്യം ഭേദിച്ചു. അതാ ഒരു യഹൂദൻ എൻ്റെ ദേശത്ത് വരുന്നു എന്നറിഞ്ഞ ആ അമ്മ യേശുവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. അവളുടെ എല്ലാ സാമൂഹികമായ അന്തരങ്ങളും മറക്കുകയാണ്. എന്നിട്ട് വിശ്വാസം ഇങ്ങനെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ മുൻപിൽ നിന്ന് നിലവിളിക്കുകയാണ്, ദാവീദ് പുത്ര, എന്നോട് കരുണ ചെയ്യണം. അമ്മയുടെ പ്രഖ്യാപനം എങ്ങനെയാണ്? ദാവീദ് പുത്ര, കർത്താവേ ദാവീദ് പുത്ര, സർവ്വ അധികാരത്തിനും എല്ലാവിധമാകുന്ന പുകഴ്ചയ്ക്കും യോഗ്യനാണ് യേശുവേ അങ്ങ് എന്ന് വിജാതീയയായ കനാന്യ സ്ത്രീയായ അമ്മ പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനത്തെ, ആ വിശ്വാസത്തെയാണ് കർത്താവ് മാനിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒത്തിരി പരിമിതികൾ ഈ ലോകം സൃഷ്ടിക്കും. നമുക്ക് സ്വീകാര്യമല്ലാത്ത ഒത്തിരി പരിമിതികൾ ലോകം നിശ്ചയിക്കും. അതിൻ്റെ പിന്നാലെ ഭയന്ന് മാറിപ്പോകാനല്ല വിശ്വാസത്തിലിരിക്കുന്ന വിശ്വാസി ശീലിക്കേണ്ടത്. ആ പരിധികളെ ഭേദിച്ച് മുൻപോട്ട് പോകാൻ മനസ്സുണ്ടാകണം. ആ പരിധികളെ അതിജീവിച്ച് യേശുവിൻ്റെ അടുക്കലോളം പോകാൻ മനസ്സുണ്ടാകണം. അങ്ങനെ യേശുവിൻ്റെ അടുക്കൽ എല്ലാ പരിധികളും ഉപേക്ഷിച്ച് പോകാൻ അമ്മയ്ക്കൊരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? വേദപുസ്തകം ഭംഗിയായി പറയുന്നുണ്ട്. ആ അമ്മ ഒരു ആവശ്യത്തിലിരിക്കുന്ന അമ്മയാണ്. തൻ്റെ മകൾക്ക് ഭൂത ഉപദ്രവം ബാധിച്ചിരിക്കുകയാണ്. അവിടെ തൻ്റെ മകളുടെ സൗഖ്യമല്ലാതെ മറ്റൊന്നും ആ അമ്മയ്ക്ക് ഒരു തടസ്സമാകുന്നില്ല. രണ്ടാമത്തെ ചിന്ത, ഭയത്തിനും സംശയത്തിനും അതീതമായ വിശ്വാസം ഉണ്ടാക്കിയെടുക്കണമെന്നാണ്. ഫെയ്ത്ത് ബിയോണ്ട് ഫിയർ ആൻഡ് ഡൗട്ട്. ഇതെല്ലാവരും സംശയത്തോടെയാണ് ദൈവത്തെ സമീപിക്കുന്നത്. ഞാനിത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലിരുന്നു കൊണ്ട് ആരോ പറയുകയാണ്, ഈ പ്രാർത്ഥനയൊന്നും കേൾക്കാൻ പോകുന്നില്ല, ഞാൻ ഈ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല. നമ്മളങ്ങ് വിധി എഴുതിയിട്ടാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു മുൻവിധികളും ഇല്ലാതെ യേശുവിനെ സമീപിക്കുകയാണ് കനാന്യ സ്ത്രീയായ അമ്മ. അവളുടെ സമൂഹം സൃഷ്ടിച്ച പരിധികൾ ഭേദിച്ച് അവൾ യേശുവിൻ്റെ അടുക്കലോളം എത്തി തൻ്റെ ആവശ്യം അറിയിച്ചു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 22-ാമത്തെ വാക്യം, ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് യേശുവിനോട്, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂത ഉപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ആ അമ്മ 1-2 തവണയല്ല ഇതേ ആവശ്യം വിളിച്ചു പറഞ്ഞത്. വേദപുസ്തകം പറയുന്നുണ്ട്, 23-ാമത്തെ വാക്യം, മത്തായി 15:23, യേശു അവളോട് ഒരു വാക്കും പറഞ്ഞില്ല. ഞാൻ ആമുഖത്തിൽ പറഞ്ഞ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭമാണ്. ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മൗനമുണ്ടാകും. ദൈവസന്നിധിയിൽ നിന്ന് മൗനമായിരിക്കും പ്രാർത്ഥനയ്ക്ക് വരുന്ന പ്രതിഫലം. അവളുടെ നിലവിളിക്ക് യേശു മൗനം പാലിച്ചു എന്നാണ് രേഖപ്പെടുത്തുന്നത്. ആ സ്ത്രീ നിലവിളിച്ചപ്പോൾ യേശു ഉടനെ ഉത്തരം പറഞ്ഞില്ല. വീണ്ടും ചോദിക്കുമോ, വീണ്ടും മുടങ്ങാതെ അതേ പ്രാർത്ഥന ആവശ്യപ്പെടുമോ എന്ന് യേശു നോക്കിയതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ നിശബ്ദത, യേശുവിൻ്റെ മൗനം ആ അമ്മയെ നിരുത്സാഹപ്പെടുത്തിയില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. 5 ദിവസം പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടിയില്ല എങ്കിൽ 6-ാം ദിവസം ദൈവത്തോട് കെർവിക്കുന്ന ക്രിസ്ത്യാനിയെ കുറിച്ചല്ല ഈ പറയുന്നത്. എത്രയൊക്കെ ദൈവം മൗനം ഭുജിച്ചാലും എൻ്റെ ആവശ്യം ഞാൻ ദൈവത്തോട് വീണ്ടും 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 പറയുക തന്നെ ചെയ്യുമെന്ന നിശ്ചയദാർഢ്യമുള്ള വിശ്വാസിയുടെ പ്രാർത്ഥനയാണ് ആ അമ്മ നടത്തിയത്. ആ അമ്മ പിന്മാറിയില്ല, അവൾ പ്രാർത്ഥന തുടർന്നു. വീണ്ടും ശിഷ്യന്മാർ പറയുകയാണ്, ഇങ്ങനെ ഒരു സ്ത്രീ പുറകെ കടന്ന് വരികയാണ്, എന്തു ചെയ്യും? അവരിങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ യേശു പറയുന്ന മറുപടി ഉണ്ട്, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് എന്നെ അയച്ചത്. കനാന്യർ ഇസ്രായേലിയർ അല്ലല്ലോ. അത് യഹൂദന്റെ മനസ്സിലെ ചിന്താഗതി യേശു ഒന്ന് പുറത്തെടുത്തിട്ടതാണ്, യേശുവിൻ്റെ ചിന്താഗതിയല്ല. ചുറ്റും കൂടി നിൽക്കുന്നവർ ചിന്തിക്കുന്നത് യേശു പറഞ്ഞു എന്നേ ഉള്ളൂ. മനസ്സിൽ മറ്റുള്ളവർ നിരൂപിച്ചു കൊണ്ടിരിക്കുന്നത് യേശു വെളിച്ചത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും അവൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, എനിക്ക് സൗഖ്യം വേണം, എൻ്റെ മകൾക്ക് സൗഖ്യം വേണം. അവൾ വളരെ ബലഹീന അവസ്ഥയിലാണ്. സൗഖ്യം തന്നിട്ടല്ലാതെ ഞാൻ പോകത്തില്ലപ്പാ. യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ നീ എന്നെ എന്ത് ചെയ്താലും ഞാൻ പിന്മാറത്തില്ല. ഇയ്യോബ് പ്രാർത്ഥിച്ചതുപോലെ നീ എന്നെ കൊന്നാലും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. അതാണ് ആ അമ്മയുടെ പ്രാർത്ഥനയുടെ പിന്നിലെ ശക്തി എന്നുള്ളത്. സംശയം എന്നെ ആ അമ്മ പ്രാർത്ഥിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ അടുക്കൽ ആ അമ്മ വന്ന് തൻ്റെ ഇംഗിതം അറിയിക്കുമ്പോൾ വളരെ
ഒരല്പം ക്രൂരമെന്ന് നമുക്ക് തോന്നുന്ന നിലയിൽ യേശു ഒരു മറുപടി പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 26-ാമത്തെ വാക്യം, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്ന് അല്ല. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. ഇത് യേശുവിൻ്റെ വാക്കുകളല്ല കേട്ടോ. യേശു അവിടെ കൂടി നിന്ന മറ്റു യഹൂദന്മാരുടെ മനസ്സിൽ കടന്നുപോയ ചിന്താഗതികൾ പറഞ്ഞു എന്നതേ ഉള്ളൂ. കൂടി നിൽക്കുന്നവർ ചിന്തിക്കുക, ഇവൾ കനാന്യ സ്ത്രീയല്ലേ, ഇവൾക്ക് എങ്ങനെ യേശുവിൻ്റെ അനുഗ്രഹം, ഇവളുടെ മകൾക്ക് എങ്ങനെ യേശുവിൻ്റെ സൗഖ്യം ലഭ്യമാകും? അത് പാടില്ല, അത് നിയമം അനുശ്വാസിക്കുന്ന കാര്യമല്ലെന്നേ എന്ന് ചുറ്റും കൂടി നിൽക്കുന്നവർ ചിന്തിക്കുകയാണ്. അവരുടെ മനോധാരണകൾ യേശു അവളോട് പുറത്തു പറഞ്ഞേ ഉള്ളൂ. എന്തിനാണെന്നറിയാമോ? യേശുവിന് അമ്മയുടെ ഉള്ളിൽ നിന്നൊരു മറുപടി കിട്ടണമായിരുന്നു. ഹല്ലേലൂയ! യേശുവിന് അമ്മയുടെ ഉള്ളിൽ നിന്ന് മറ്റൊരു മറുപടി കിട്ടണമായിരുന്നു. അത് ഭംഗിയായി ആ അമ്മ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 27-ാമത്തെ വാക്യം, അല്ലയോ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. ഹല്ലേലൂയ! നോക്കണമേ, എത്ര വലിയൊരു ഭക്തിയാണ്, എത്ര വിശാലമായ വിശ്വാസമാണ് ആ അമ്മയ്ക്ക് യേശുവിൻ്റെ മേലുണ്ടായിരുന്നത്. അല്ലയോ കർത്താവേ, അവിടെ നിന്ന് പറഞ്ഞത് ശരിയാണ്, ഞാൻ നായ്ക്കുട്ടിയാണ്, ഞാനിതൊന്നും അനുഭവിക്കാൻ അർഹതയുള്ളവരല്ല, എങ്കിലും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകളെങ്കിലും, യജമാനൻ ഭക്ഷിച്ചു വെക്കുന്നതിൻ്റെ അവശിഷ്ടമെങ്കിലും നായ്ക്കുട്ടികൾക്ക് കൊടുക്കരുതോ? ആ വിശ്വാസത്തെ കണ്ടിട്ടാണ് യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. ആ നാഴിക മുതൽ, ഫ്രം ദാറ്റ് മൊമെന്റ് ഓൺവേർഡ്സ്, ആ നിമിഷം മുതൽ ആ അമ്മയുടെ കുഞ്ഞിന് സൗഖ്യമുണ്ടായി എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. നോക്കണമേ, എത്ര വിശാലമായ വിശ്വാസം, എത്ര ഉറച്ച പ്രാർത്ഥനയാണ് ആ അമ്മയുടെ ഉള്ളിൽ നിന്ന് ഉയരുന്നത്. ഇത്രയും ശക്തവും വിശ്വാസത്താൽ ദൃഢവുമായ പ്രാർത്ഥനകൾ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നുമൊക്കെ ഉയരുന്നുണ്ടോ പ്രിയമുള്ളവരെ? നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇത്ര ഒരു കാഠിന്യമുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇത്ര ഒരു വലിയ പോരാട്ടത്തിൻ്റെ വീര്യമുണ്ടോ? പലപ്പോഴും ഇല്ല. ആഗ്രഹിച്ചത് ലഭിച്ചില്ലെങ്കിൽ അവിടെ കൊട്ടിയടക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ വാതിലുകൾ. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇത്രയും ആഴമായി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇത്രയും ആഴമായി നമ്മുടെ മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി നാം ക്രിസ്തുവിനെ സമീപിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാം ഒരു പുറം പോച്ച് മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരു പുറമേ ഉള്ള വിശ്വാസത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് യുവാൽ നോവ ഹരാരി. അതിൻ്റെ ഏറ്റവും പ്രസിദ്ധമായൊരു പുസ്തകമാണ് സാപ്പിയൻസ്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. ഒരുപാട് നിരൂപക ശ്രദ്ധ പിടിച്ചു പറ്റിയ പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ പുസ്തകമാണ് നെക്സസ്. നെക്സസ് എന്ന വാക്ക് PV അൻവർ പറഞ്ഞിട്ടാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ കേട്ടു തുടങ്ങിയത്. യുവാൽ നോവ ഹരാരിയുടെ നെക്സസ് എന്ന പുസ്തകത്തിൽ വളരെ മൃഗീയമായ ഒരു അപകടത്തെക്കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ സബ് ടൈറ്റിൽ ഇങ്ങനെയാണ്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇൻഫർമേഷൻ നെറ്റ്വർക്ക്സ് ഫ്രം സ്റ്റോൺ ഏജ് ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതായത് ശിലായുഗം മുതൽ നിർമ്മിത ബുദ്ധി വരെയുള്ള വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ചരിത്രമാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുസ്തകമാണ്. എങ്ങനെയാണ് ശിലായുഗത്തിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധിയിലേക്ക് മനുഷ്യൻ വളർന്നതെന്ന ചരിത്രം ഭംഗിയായി രേഖപ്പെടുത്തുന്നുണ്ട്. ചരിത്രത്തിൻ്റെ വളർച്ചയുടെ മനോഹാരിത മാത്രമല്ല, ആ വളർച്ച നമ്മുടെ ജനറേഷന്, നമ്മുടെ തലമുറകൾക്ക് സമ്മാനിച്ച ഒരുപാട് ദൂഷ്യങ്ങളും ഒരുപാട് തകർച്ചയ്ക്ക് ഹേതുവായ അപകടങ്ങളും അദ്ദേഹം ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഈ എല്ലാ നിർമ്മിത ബുദ്ധിയുടെയൊക്കെ വളർച്ചയുടെ ഉപയോഗം മനുഷ്യൻ നേരാവണ്ണം പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ, വിവര സാങ്കേതിക വിദ്യയുടെ എല്ലാ നന്മകളുടെ വശങ്ങളും നേരാവണ്ണം മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ ഈ ലോകം വലിയൊരു തകർച്ചയിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പുസ്തകം അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം ആ തകർച്ചയ്ക്ക് ഒരു പേരിടുന്നുണ്ട്, പോസ്റ്റ് ഹ്യൂമനിസം. മനുഷ്യത്വ രഹിതപരമായ ഒരു കാലഘട്ടം ഉണ്ടാകും, മനുഷ്യാനന്തര കാലഘട്ടം, പോസ്റ്റ് ഹ്യൂമനിസം. അതായത് ഈ ടെക്നോളജിയുടെ ഒക്കെ സാധ്യതകളെ മനുഷ്യൻ തെറ്റായി ദുരുപയോഗം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ആ ടെക്നോളജികളുടെ നന്മകൾ മനുഷ്യൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും. അത് തന്നെയാണ് നമ്മൾ ഇന്നാളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത്? ആ യുദ്ധത്തിന് വേണ്ടി പോരാടുന്നത് മനുഷ്യരല്ല, ഈ നിർമ്മിത ബുദ്ധികളാണ്. വിവര സാങ്കേതിക വിദ്യയുടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ പരസ്പരം കൊല്ലുവാൻ തക്ക വിധത്തിൽ അത്രയും മൃഗീയമായ മനസ്സോടുകൂടെ മനുഷ്യനാറ്റ സാങ്കേതിക വിദ്യകളെ ഉപയോഗിക്കുകയാണ്. മനുഷ്യത്വരഹിത ബോധം, ഇൻഹ്യൂമൻ കോൺഷ്യസ്നസ് എന്നാണ് അദ്ദേഹം അതിൽ വാക്ക് നൽകിയിരിക്കുന്നത്. അതായത് മനുഷ്യത്വരഹിത ബോധം നമ്മുടെ മക്കളെ ഭരിക്കുമ്പോൾ അവർ തങ്ങളുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യകളെ
മറ്റു പല തെറ്റായ കാര്യങ്ങൾക്കും ഉപയോഗിക്കും. ഞാനും നിങ്ങളും ഇന്ന് ആളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്, ഇല്ലേ? ഡാർക്ക് വെബ്സൈറ്റുകളിൽ നമ്മുടെ മക്കൾ രാത്രികളുടെ യാമങ്ങളിൽ ഉറക്കമിളച്ചിരുന്നു കൊണ്ട് സെർച്ച് ചെയ്യുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കണം മാതാപിതാക്കളെ. എന്താണ് അവർ ഡാർക്ക് വെബ്സൈറ്റുകളിൽ അവർ ഇത്രയും സമയം ചെലവഴിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ലഹരിയുടെ കച്ചവടവും മാംസക്കച്ചവടവും അതുപോലെ പിശാചിന്റെ ആരാധനകളും സാത്താൻ സേവകളും ഒക്കെ കൊണ്ട് നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിന്റെ ലോകം വികൃതമായിരിക്കുകയാണ്. അതിലൊരുപാട് നന്മകളുടെ സാധ്യതകളുണ്ട്. അത് ഉപയോഗിക്കാൻ മനുഷ്യത്വം മരവിച്ച മനസ്സുകൾക്ക് സാധിക്കുന്നില്ല എന്നാണ് യുവാൽ നോവ ഹരാരി ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ മക്കൾ ചെയ്യുന്ന എല്ലാ നീച പ്രവർത്തികൾക്കും ഒരു പ്രധാന കാരണം സാങ്കേതിക വിദ്യകളുടെ സാധ്യതകളെ ദുരുപയോഗം ചെയ്യുന്നതാണ്. അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ ദുരുപയോഗം ചെയ്യുന്നതാണ്. മനുഷ്യാനന്തര കാലഘട്ടം, മനുഷ്യന്റെ മനുഷ്യത്വം മരിച്ചു പോകുന്ന ഒരു കാലഘട്ടം വരുമെന്ന യുവാൽ നോവ ഹരാരി പറയുന്നത്. നമ്മൾ കേട്ടുണരുന്ന വാർത്തകളൊക്കെ നമ്മളെ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു കാലം വരാൻ സാധ്യത ഉണ്ടെന്നാണ്. പോസ്റ്റ് ഹ്യൂമനിസം, മനുഷ്യാനന്തര കാലഘട്ടം. മനുഷ്യൻ തമ്മിൽ സ്നേഹമില്ലാതെ, തമ്മിൽ മനുഷ്യനോട് കുറിച്ചൊരു പരിഗണനയില്ലാതെ പോരടിക്കുന്ന ഒരു കാലഘട്ടം വരാൻ സാധ്യത ഉണ്ടത്രേ. പക്ഷേ ഇന്നാളുകളിൽ നമ്മൾ കേട്ടുണരുന്ന വാർത്തകൾ ആ കാലം വന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാനിത് എന്തിനിത് ഇത്രയും വിശദമായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം അത്രയും നീചമായി മാറിയിരിക്കുന്നു എന്ന, അത്രയും ക്രമം കെട്ട കാലമായി നമ്മളായിരിക്കുന്ന കാലഘട്ടം മാറിയിരിക്കുകയാണ്. വിവര സാങ്കേതിക വിദ്യകളും സയൻസും ഒക്കെ ഒരുപാട് വളരുമ്പോൾ അതിൻ്റെ സാധ്യതകളെ ദുരുപയോഗം ചെയ്യുവാൻ ജീർണിച്ച മനസ്സുകളുമായി നമ്മുടെ തലമുറകൾ പതിയിരിക്കുകയാണ്. അഫാന്റെ ഭവനത്തിൽ സംഭവിച്ചത് നമ്മുടെ വീട്ടിലും സംഭവിക്കുവാൻ ഒത്തിരി ദൂരമൊന്നുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു സാധ്യത മുന്നിൽ നിൽക്കുമ്പോൾ ആ കനാന്യ സ്ത്രീയായ അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശക്തി നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ഇത്രയും വലിയൊരു മൃഗീയമായ അപകടം നമ്മുടെ തലമുറകളുടെ മേൽ ഇങ്ങനെ പതിയിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ അറിഞ്ഞുകൊണ്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത്, അറിയാതെ ചെന്ന് ചാടിപ്പോകുന്നതാ. ഒരു മെസ്സേജിൽ വരുന്ന കാണുന്ന അട്രാക്ഷൻ തൊട്ട് അവൻ്റെ ജീവിതം തകർക്കുന്ന നിലയിൽ കൊണ്ടെത്തിക്കുന്നത് വരെ കുഞ്ഞുങ്ങൾ അറിയാതെ വീണു പോകുന്നതാ. എന്തോ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അത്രയും വലിയ അപകടമാണ് പതിയിരിക്കുന്നത്. ആ ഒരു വലിയ സാഹചര്യത്തിൽ ഇതിൻ്റെ ദൈർഘ്യമോ ഇതിൻ്റെ കാഠിന്യമോ കുറയത്തൊന്നുമില്ല. ഇത് പോകെ പോകെ വർദ്ധിക്കുകയുള്ളൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രൈമറി സ്റ്റേജ് ആയി എന്നാണ് പറയുന്നത്. അതായത് നിർമ്മിത ബുദ്ധിയുടെ പ്രാഥമിക ഘട്ടമായിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ ഇങ്ങനെ അത് ദോഷമായി അത് സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഘട്ടമൊക്കെ എത്തുമ്പോൾ, അതിൻ്റെ വളർച്ചയൊക്കെ പൂർത്തിയാകുമ്പോൾ എന്തു സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. മനുഷ്യാനന്തര കാലം, മനുഷ്യത്വം മരിച്ചു പോകുന്ന കാലം. ആ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ കൈവിട്ടു പോകാതിരിക്കണമെങ്കിൽ ആ കനാന്യ സ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ നായ്ക്കളോട് ഉപമിച്ചപ്പോഴും അപഹസിക്കപ്പെടാവുന്നതിൻ്റെ പാരമ്യത്തിൽ തന്നെ അപമാനിച്ചപ്പോഴും പിന്മാറാതെ, കർത്താവേ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ, അപ്പാ എനിക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നേ മതിയാവുകയുള്ളൂ, എനിക്ക് സദ്യയൊന്നും വേണ്ട, ആ സദ്യയിൽ നിന്ന് ബാക്കി വയ്ക്കുന്ന അപ്പക്കഷ്ണങ്ങളെങ്കിലും തന്നാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്ന വലിയ ആഴമായ പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉയരണം. പ്രിയമുള്ളവരെ, എത്ര പേർക്ക് ഇന്ന് പ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്കറിയില്ല. എത്ര മാതാപിതാക്കളാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ സ്വയം വിലയിരുത്തണമേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരൊറ്റ കാരണമേ ഉള്ളൂ. അതെൻ്റെ മിടുക്കോ എൻ്റെ കഴിവോ എൻ്റെ പ്രാവീണ്യമോ എൻ്റെ അറിവോ ഒന്നുമല്ല. ശ്വാസതടസ്സം കൊണ്ട് എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും രാത്രിയുടെ യാമങ്ങളിൽ വേച്ചിരുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച എൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥനയാ എന്നെ ഇന്ന് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഞാൻ വലിയ കേമനായെന്ന് പറയാനല്ല, ഇങ്ങനെയെങ്കിലും എന്നെ നിർത്തിയിരിക്കുന്നത് എൻ്റെ അമ്മച്ചിയുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയാ. എത്ര അമ്മമാരുന്നത് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്കറിയില്ല. മക്കളെ പരീക്ഷയ്ക്ക് പറഞ്ഞയക്കുമ്പോൾ അവരുടെ ശിരസിൽ കുരിശിൻ്റെ അടയാളം വരച്ച് അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്ന എത്ര അമ്മമാരുണ്ട്. എടാ, അവനെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിച്ചില്ലെങ്കിലാ കാണാനിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മക്കളോടുള്ള സമീപനം. പ്രാർത്ഥനകൾ ശക്തിയുള്ള പ്രാർത്ഥനകളാകണം. മത്തായി 15:27 വാക്യം. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ നിലയുറപ്പിക്കേണ്ട പ്രാർത്ഥനയുടെ വാല്യൂ എന്ന് പറയുന്നത്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എന്തൊക്കെ പിന്മാറ്റത്തിൻ്റെ അനുഭവം ഉണ്ടായാലും ഞാൻ മാറില്ല, ഇല്ലെങ്കിൽ നമ്മുടെ മക്കളെ നമുക്ക് കിട്ടത്തില്ല. പ്രിയമുള്ളവർ, നമ്മുടെ തലമുറകളെ ഇന്ന് ഒത്തിരി ഭൂതങ്ങൾ ബാധിച്ചിരിക്കുകയാണ്. ആ അമ്മ പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ മകൾ ഭൂതോപദ്രവത്താൽ ഒത്തിരി കഠിനപ്പെടുന്നുണ്ട്. നമ്മുടെ മക്കളെ ഒത്തിരി ഭൂതങ്ങൾ ബാധിച്ചിരിക്കുകയാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും രൂപത്തിലുള്ള ഭൂതങ്ങൾ, സിന്തറ്റിക് ഡ്രഗ്സുകളുടെ രൂപത്തിലുള്ള ഭൂതങ്ങൾ, അശ്ലീലവും മരണം പതിയിരിക്കുന്നതുമായ ഡാർക്ക് വെബ്സൈറ്റുകൾ ഒളിഞ്ഞിരിക്കുന്ന ഭൂതങ്ങൾ,
ഇന്റർനെറ്റിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്ന സാത്താൻ ആരാധനയുടെ ഭൂതങ്ങൾ, ആ ഭൂതങ്ങളിൽ നിന്ന് കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മോചിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങൾ നിലവിളിച്ചില്ല എങ്കിൽ, ഇനിയെങ്കിലും നിലവിളിച്ചില്ല എങ്കിൽ, തലമുറകളെ ബാധിച്ചിരിക്കുന്ന ഭൂതങ്ങൾ ഒഴിഞ്ഞു പോകാനായി പ്രാർത്ഥിക്കണം പ്രിയമുള്ളവർ. എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. നായ്ക്കുട്ടികളും മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ. കർത്താവേ, അവിടുത്തെ അനുഗ്രഹം പെരിയ അളവിലൊന്നും വലിയ വലിപ്പത്തിലൊന്നും എനിക്ക് വേണ്ടപ്പാ, അപ്പകഷ്ണത്തിൻ്റെ രൂപത്തിലെങ്കിലും എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടാകണം. നമ്മുടെ എല്ലാ തിരക്കുകൾക്കും പറയുന്ന എല്ലാവരും തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുക. തിരക്കുകൾക്ക് നിന്ന് തിരക്കുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നേടിയെന്ന് കരുതുന്നതും നമ്മുടെ കയ്യിൽ ഉണ്ടാകത്തില്ല പ്രിയമുള്ളവരെ. മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. പരിമിതികൾക്ക് അതീതമായ വിശ്വാസം, ലോകം സൃഷ്ടിക്കുന്ന അതിർവരമ്പുകൾക്ക് അതീതമായ വിശ്വാസം, ശക്തവും ദൃഢവുമായ വിശ്വാസം നമ്മിലുണ്ടാകണം. ആ വിശ്വാസത്തിൽ നിലയുറച്ചുകൊണ്ട് പിന്മാറ്റത്തിൻ്റെ ലവലേശം പോലും എൻ്റെ ഉണ്ടാകില്ല എന്ന ബോധ്യത്തോടുകൂടെ, ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമെന്ന ബോധ്യത്തോടെ അടഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയുടെ വാതിലുകൾ തുറക്കണം. വിശാലമായി തുറന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഇരിക്കണം. നമ്മുടെ തലമുറകളെ നേടിയെടുക്കാൻ തന്നേ പറ്റൂ അപ്പാ, എനിക്ക് എൻ്റെ മക്കളെ തിരിച്ചു തന്നേ പറ്റൂ കർത്താവേ. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ഒന്നും ആകുന്നില്ലല്ലോ, അവരിങ്ങനെ ആയിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രതയോടെ പ്രാർത്ഥിക്കണം, അതുകൊണ്ട് ജാഗ്രതയോടെ കാത്തിരിക്കണം. മനുഷ്യത്വരഹിതമായ ഒരു കാലഘട്ടം സമീപിച്ചിരിക്കുകയാണ്. മനുഷ്യനതാകുന്ന ഒരു കാലഘട്ടം സമീപിച്ചിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ നേടിയെടുക്കേണ്ടതിനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം പ്രിയമുള്ളവരെ. മനുഷ്യത്വരഹിതമായ ഒരു കാലഘട്ടം നമ്മുടെ തലമുറകളെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഞെരുക്കത്തിൽ നമ്മുടെ മക്കൾ നൊന്തുപോകാതിരിപ്പാൻ സുഖത്തിൻ്റെ പ്രാർത്ഥന അവരെ പൊതിയണം. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന് ഉറ്റിരിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ മഹത്വവും എൻ്റെ ദൈവത്തിന് മാത്രം അർപ്പിക്കുന്നു. വചനങ്ങളാൽ ദൈവം നിങ്ങൾക്ക് പുതിയ ചിന്തകൾ, പുതിയ ദിശാബോധങ്ങൾ, പുതിയ തീരുമാനങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകൾ നൽകട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.